പ്രൈം മിനിസ്റ്റർ മോദിനെ അപമാനിച്ച കേസിൽ ഇന്ന് സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും കോണ്ടന്റ് ക്രിയേറ്ററും ഒക്കെ ആയിട്ടുള്ള ബിഗ് ബോസ് കോണ്ടസ്റ്റന്റ് ഒക്കെ ആയിരുന്നു ജാൻമണി ദാസിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് വിട്ടയച്ച കേസൊക്കെയാണ്. പക്ഷേ ഇത് പല ആൾക്കാർക്കും ഒരു പാഠമാണ്. എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല നമ്മുടെ ഈ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള നരേന്ദ്രമോദി, അതുപോലെ തന്നെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിട്ടുള്ള വി ഡി സതീശൻ, നമ്മുടെ തൊട്ടപ്പുറത്തെ മുഖ്യമന്ത്രി ആയിട്ടുള്ള ജോസഫ് വിജയ്, ഇവരാരും വിമർശനങ്ങൾക്ക് അതീതരായിട്ടുള്ള വ്യക്തികളാണെന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഇവരുടെ ആക്ഷൻസും ഇവരുടെ വേർഡ്സും തമ്മിൽ പരസ്പര ബന്ധമില്ലാണ്ട് പോവുകയാണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾ അവരെ വിമർശിക്കണം. അതിനുള്ള എല്ലാ റൈറ്റ്സും നമ്മുടെ ഡെമോക്രസി നമുക്ക് തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അതിരൂക്ഷമായിട്ടുള്ള രീതിയിൽ തന്നെ ഇവരെ വിമർശിക്കാം, നന്നായിട്ട് ക്രിട്ടിസൈസ് ചെയ്യുകയും ചെയ്യാം. അതെല്ലാവരും ചെയ്യണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ നാടിൻ്റെ ഒരു ഡെമോക്രസി വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് പോകുള്ളൂ. അതാണ് അതിൻ്റെ ഒരു ആരോഗ്യം, അല്ലെങ്കിൽ ആരോഗ്യകരമായിട്ടുള്ള അവസ്ഥയെ കാണിക്കുന്ന കാര്യം. പക്ഷേ എന്ന് കരുതിയിട്ട് ഈ രാജ്യത്തിന്റെ പ്രഥമ പൊസിഷനിലിരിക്കുന്ന ഒരു വ്യക്തി, അതേപോലെ തന്നെ വളരെയധികം ബഹുമാനം കൊടുക്കേണ്ടുന്ന പൊസിഷനുകളിലിരിക്കുന്ന വ്യക്തികളിനെ വളരെ വ്യക്തിപരമായിട്ടുള്ള രീതിയിൽ ആക്ഷേപിക്കുന്ന തരത്തിൽ മോശമായിട്ടുള്ള വാക്കുകൾ പറയുക എന്നൊക്കെ പറഞ്ഞാൽ അത് ഫ്രീഡം ഓഫ് സ്പീച്ച് ആണെന്ന് പറയാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. ഈ ഫ്രീഡം ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത് ഒരാളുടെ മൂക്കിൻ്റെ ഉള്ളിൽ കയറിയിരുന്ന് അയാളെ തന്നെ കുത്തുക എന്നൊക്കെ പറയുന്ന ഒരു പരിപാടിയാണെന്ന് കരുതിക്കൊണ്ടിരിക്കുന്ന കുറേ ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് എന്താണ് ഫ്രീഡം ഓഫ് സ്പീച്ച് എന്നുള്ളതും എവിടെയാണ് അതിൻ്റെ ബൗണ്ടറി എന്നുള്ളതും മനസ്സിലാക്കാൻ ഇത്തരത്തിലുള്ള കുറേ അറസ്റ്റുകൾ വളരെ നല്ലതായിരിക്കും. ശിക്ഷ കുറച്ചുകൂടെ കടുപ്പിക്കണം എന്ന് എനിക്ക് പറയാനുള്ളൂ. സോ നിങ്ങൾ വിമർശിക്കണം. വിമർശിക്കുക എന്ന് പറയുന്നത് ഈ സിനിമയിലൊക്കെ കാണുന്നത് പോലെ, പണ്ടത്തെ സിനിമയിലൊക്കെ കാണുന്ന അങ്ങാടി തല്ലുകളിലുള്ള ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുന്ന വളരെ സ്റ്റാൻഡേർഡ് കുറഞ്ഞ ഡയലോഗുകളായാൽ ഇതുപോലെയുള്ള പണികൾ കിട്ടും എന്നുള്ളൊരു കാര്യവും ആൾക്കാർ അറിഞ്ഞിരിക്കണം. കുറച്ച് വൃത്തിയൊക്കെ വേണ്ടേ നമ്മൾ ആൾക്കാരെ വിമർശിക്കുമ്പോൾ?